ഗുഡ് ഈവനിങ്. എല്ലാവരും മടുത്തിരിക്കുവാണോ? 2 ദിവസമായിട്ട് ബിസിനസ് കേട്ട് കേട്ട് മടുത്തോന്ന് അറിയാമല്ല. എന്തായാലും ആദ്യം തന്നെ ഇങ്ങനെ ഒരു പരിപാടി പെരിന്തൽമണ്ണ പോലെ ഒരു സ്ഥലത്ത് സംഘടിപ്പിക്കാൻ ധൈര്യം കാട്ടിയ ബഹുമാന്റെ MLA-യും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും ഈ വേദിയെ ഞാൻ ആദ്യം അഭിനന്ദിക്കുക. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പോലുള്ള സംഗതികളൊക്കെ എപ്പോഴും തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്. പക്ഷെ ഞാൻ എപ്പോഴും അവരോട് പറയാറുണ്ട്, നിങ്ങൾ നോക്കൂ, തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും ഉള്ളതിലും മിടുമിടുക്കന്മാരും മിടുമിടുക്കികളും പെരിന്തൽമണ്ണയും ചേർത്തലയും പള്ളിപ്പുറവും പോലുള്ള ഗ്രാമങ്ങളിലുണ്ട് എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് ഇനി ഇന്ത്യയെ മാറ്റിമറിക്കാൻ പോകുന്ന സ്റ്റാർട്ടപ്പുകൾ വരാൻ പോകുന്നത് പെരിന്തൽമണ്ണ പോലത്തുള്ള നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്നാണ്, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ എന്നെ ഞാനൊന്ന് പരിചയപ്പെടുന്നത്, എൻ്റെ പേര് മാത്യു ജോസഫ് എന്നാണ്. ഞാൻ ചേർത്തല താലൂക്കിലെ പള്ളിപ്പുറം എന്ന ഒരു ചെറിയ വില്ലേജിൽ നിന്നാണ് വരുന്നത്. എൻ്റെ വില്ലേജിനൊരു പ്രത്യേകതയുണ്ട്. എൻ്റെ വില്ലേജിൻ്റെ ഒരു വശം വേമ്പനാട്ട് കായലും മറുവശം കൈതപ്പുഴ കായലുമാണ്. അപ്പം ഞാൻ ആ കൈതപ്പുഴ കായലിൻ്റെ തീരത്താണ് താമസിക്കുന്നത്. എൻ്റെ കൈതപ്പുഴ കായലിൻ്റെ അങ്ങേക്കരയിലാണ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള വയലാർ രാമവർമ്മയും വയലാർ ശരചന്ദ്രവർമ്മയും ഒക്കെ ജീവിക്കുന്നത്. ഞാൻ ആ കരയുടെ ഇങ്ങേക്കരയിലാണ്. ഞാനിത് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് എന്നറിയോ? അത് ഞാൻ ഇച്ചിരി മുഴുപ്പ് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇവനെ ആരടാ ഇവിടെ കയറി യോഗ്യത ഉണ്ടോ എന്ന് തോന്നിപ്പോവും. ഫ്രഷ് ടു ഹോം എന്നാണ് എൻ്റെ കമ്പനിയുടെ പേര്. ഇന്ത്യയിലെയും UAE-യിലെയും ഏറ്റവും വലിയ ഓൺലൈൻ ഫ്രഷ് മാർക്കറ്റാണ് ഇന്ന് ഫ്രഷ് ടു ഹോം. ഇന്ത്യയിൽ ഞങ്ങൾക്ക് 10 ഫാക്ടറികളുണ്ട്. UAE-യിൽ ഒരു ഫാക്ടറി ഉണ്ട്. പിന്നെ ഫണ്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുള്ളതും കേൾക്കാത്തതുമായ ലോകത്തിലെ വലിയ വലിയ കമ്പനികൾ ഞങ്ങളുടെ കമ്പനിയിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ ഞങ്ങളുടെ പാർട്ട്നേഴ്സാണ്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ഫേസ്ബുക്ക്, അമേരിക്കൻ ഗവൺമെൻറ് DFC, ദുബായ് ഗവൺമെൻറ്, അബുദാബി ഗവൺമെൻറ്, ദുബായിൽ അൽഗുറൈർ ഗ്രൂപ്പ്, ഏറ്റവും അവസാനം ലോകം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ആമസോണും ഞങ്ങൾക്ക് പൈസ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ മുഴുപ്പെല്ലാം പറഞ്ഞില്ല, പക്ഷെ ആക്ച്വലി ഞാൻ ആരാ? സത്യം പറഞ്ഞാൽ ഞാൻ ആരാ? പച്ചയായ മാത്യു ജോസഫ് ആരാന്നറിയോ? ഞാനൊരു മീൻ കച്ചവടക്കാരനാണ്. യെസ്, വളരെ അഭിമാനത്തോടെ പറയാം, ഞാനൊരു മീൻ കച്ചവടക്കാരനാണ്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ പെരിന്തൽമണ്ണയിൽ എത്രയോ മീൻ കച്ചവടക്കാരുണ്ട്, നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ട് നിർത്തിയത്? അവിടുന്നാണ് നമ്മൾ ആരംഭിക്കേണ്ടത്. 2012 ഞാൻ ആദ്യമായി മീൻ കച്ചവടത്തിനകത്തേക്ക് ഒരല്പം ടെക്നോളജി കൊണ്ടേറ്റി. അങ്ങനെ ഞാൻ തുടങ്ങിയ കമ്പനിയുടെ പേരാണ് www.c2home.com. അന്ന് c2home.com തുടങ്ങിയപ്പോൾ ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ വിഷമം എന്തായിരുന്നു അറിയോ? ആൾക്കാരോട് പറഞ്ഞ് മനസ്സിലാക്കാനായിരുന്നു, നിങ്ങൾക്ക് മീൻ കമ്പ്യൂട്ടറിൽ കൂടി കിട്ടുമെന്ന്. അപ്പം ഞാനിങ്ങനെ ഓരോരുത്തർക്ക് പോകും. എൻ്റെ ഒരു ആൻറ്റി അങ്കിൾ വന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ജോലി ചെയ്യും. ആൻറ്റി അണ്ടർ സെക്രട്ടറി പോസ്റ്റ് ജോലി ചെയ്യുന്നവരാണ്. ഞാൻ തലേദിവസം രാത്രി ആൻറ്റിയുടെ വീട്ടിൽ പോയി താമസിച്ചു. ആൻറ്റിയുടെ ആങ്കിളിനോടും, ഇന്ന് നിങ്ങൾ കാണുന്ന ലാപ്ടോപ്പില്ല, കമ്പ്യൂട്ടറില്ല, ഈ പുറകിൽ നമ്മുടെ ഗർഭിണികൾ നിൽക്കുന്ന പോലത്തെ ഒരു കമ്പ്യൂട്ടറില്ലേ, വയറൊക്കെ വീർത്തിരിക്കണേ, കണ്ടുകൊണ്ടാ? അത്തരം കമ്പ്യൂട്ടറുകൾ. അപ്പോൾ അതിനകത്തോട് ഞാനിങ്ങനെ എല്ലാം അടിച്ച് കാണിച്ച് എല്ലാം പറഞ്ഞ് ആൻറ്റിയെ കിടന്നുറങ്ങി. രാവിലെ കാപ്പുപൊടി കുടിച്ചു. ആൻറ്റിക്ക് ഓഫീസിൽ പോകണം, എനിക്ക് എൻ്റെ വഴിക്കും പോകണം. അപ്പോൾ ആൻറ്റിയുടെ ചോദ്യം, എന്നാലും മോനെ എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ കൂടി മീൻ വരണത്? ഇതായിരുന്നു 2012 ഞാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്നൊരു അവസ്ഥ. ഇന്ന് പക്ഷെ അത് മാറി. അന്ന് ഞാൻ കസ്റ്റമേഴ്സിനെ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്ന് കസ്റ്റമേഴ്സ് ഞങ്ങളെ പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ ആപ്പിൽ ഈ 3-ാമത്തെ പേജിൽ നിന്ന് 4-ാമത്തേലേക്ക് കയറുമ്പോൾ അവിടെ ഈ ഒരു സാധനം കൂടി വേണം, അതില്ലാത്തത് ഒരു കസ്റ്റമർ ഫ്രണ്ട്ലി അല്ല എന്ന് ഞങ്ങളെ പഠിപ്പിക്കാൻ മാത്രം കസ്റ്റമേഴ്സ് വളർന്നു എന്നതാണ് നമ്മുടെ കാലത്തിൻ്റെ ഏറ്റവും വലിയ മാറ്റം. ആ മാറ്റത്തെ ഉൾക്കൊള്ളാതെ ഇനി ഈ നാട്ടിൽ ഒരു ബിസിനസ്സും വിജയിക്കില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാനിത് പറഞ്ഞത്, നിങ്ങൾ ബിസിനസ്സുകാരനോ ബിസിനസ്സുകാരിയോ ആകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാനിത് പറയുന്നത് ഞാനൊരു MBA-കാരനൊന്നുമല്ല നിങ്ങളുടെ മുമ്പിൽ ഇത് വിളിച്ചു പറയാൻ. ഞാനൊരു പുസ്തകത്തിൽ നിന്ന് പഠിച്ചത് നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ യോഗ്യനല്ല, എനിക്കറിയില്ല. ഞാൻ ഏതെങ്കിലും മോട്ടിവേഷൻ സ്പീക്കിംഗ് നടക്കുന്ന ആളുമല്ല. ഞാൻ പറയുന്നത് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ച എക്സ്പീരിയൻസിൽ നിന്നാണ്. ബിസിനസ്സുകാരനാകാനോ ബിസിനസ്സുകാരി ആകാനോ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കണ്ടെത്തേണ്ടത് നിങ്ങളുടെ പാഷനായിരിക്കണം.
എനിക്കിഷ്ടമുള്ളതേ ഞാൻ ചെയ്യാവൂ. എനിക്കിഷ്ടമില്ലാത്തൊരു പണിക്ക് നിങ്ങൾ പോകരുത്. ഇഷ്ടം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലേ? ഞാൻ കൈതപ്പുഴക്കായലിൻ്റെ തീരത്ത് ജനിച്ചു വളർന്ന് എൻ്റെ വീടിൻ്റെ ഒരു ഭാഗത്ത് മീൻ പിടിക്കാൻ പോകുന്നവരും മീൻ വിൽക്കാൻ പോകുന്നവരൊക്കെ ഉള്ളതുകൊണ്ട്, എൻ്റെ അമ്മച്ചി വെച്ച് നല്ല മീൻ കറിയുടെ രുചിയൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ മനസ്സിൽ അന്നും ഇന്നും മീൻ ഒരു പാഷനാണ്. മീനിനെ പിടിക്കുന്നതും മീൻ പിടിക്കാൻ പോകുന്നതും അതെല്ലാം നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ എൻ്റെ പാഷൻ ആയതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് തിരിഞ്ഞത്. ഓരോ മനുഷ്യനും ഓരോന്നിനെയും കാണുന്ന വ്യത്യസ്ത വഴിയിലൂടെ അല്ലേ? കൈതപ്പുഴക്കായലിൻ്റെ അങ്ങേക്കരയിൽ താമസിക്കുന്ന വയലാർ രാമവർമ്മ കൈതപ്പുഴക്കായലിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് ആ കായലിലെ ഓളങ്ങളെയാണ്. അപ്പോൾ പുള്ളി എഴുതിയത് അതുകൊണ്ടാണ് പുള്ളി ആ പാട്ട് എഴുതിയത്, കൈതപ്പുഴക്കായലിലെ കാറ്റിൻ്റെ കൈകളിലെ. പക്ഷെ ഞാൻ ആ കൈതപ്പുഴക്കായലിലേക്ക് നോക്കിയിട്ട് ഒരു ഓളം ഞാൻ കണ്ടില്ല. നമ്മൾ കണ്ടത് അതിനകത്തൊരു പുണം മീനിനെയാണ്. ഞാനിത് പറഞ്ഞത് ഓരോരുത്തരും ഓരോന്നിനെയും നോക്കുന്നത് വ്യത്യസ്ത വഴികളിലൂടെയാണ്. അവനവൻ്റേതായ ഒരു ശൈലിയുണ്ട്. നിങ്ങൾ ഒരാളെയും കണ്ടുപിടിക്കാൻ പോകണ്ട. ഓരോരുത്തരും നിങ്ങൾ മനസ്സിൽ അവൻ ചെയ്തതുപോലെ എനിക്കും ആകണം അവനെ പോലെ ഒരു സങ്കല്പത്തിൽ അവളെ നിർത്തിക്കോ. പക്ഷേ അയാൾ ചെയ്ത മാതിരി ചെയ്താൽ ഞാൻ അങ്ങനെയാകുമെന്ന് നിങ്ങൾ ധരിക്കുകയും ചെയ്യരുത്. ധോണി ക്രിക്കറ്റ് കളിച്ച് തുടങ്ങിയാൽ നമ്മുടെ നാട്ടിൽ കുറേ പേര് മുടി നീട്ടി വളർത്തിയായിരുന്നു. ഒരുത്തനും ധോണിയായതായിട്ട് എനിക്കറിയില്ല. കപിൽ ദേവ് 83 ലോകകപ്പ് നേടിയപ്പോൾ കുറേ പേര് ചരിഞ്ഞ് ബോൾ ചെയ്യാൻ തുടങ്ങി. ഒരുത്തനും കപിൽ ദേവായില്ല. പക്ഷേ എല്ലാ മനുഷ്യർക്കും ഇല്ല, നമുക്ക് എല്ലാവർക്കും നമ്മളുടേതായ ഒരു തനതായ ശൈലി എല്ലാ മനുഷ്യരിലും ഉണ്ട്. അതെന്താണെന്ന് നമ്മൾ കണ്ടെത്തി ആ വഴിയിലൂടെ മാത്രമേ നമ്മൾ പോകാവൂ. അല്ലാതെ വേറൊരുത്തൻ കാണിക്കുന്നത് കണ്ട്, വേറൊരാൾ ചെയ്യുന്നത് കണ്ട്. നിങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും ടൗണുകളിൽ പോകുമ്പോൾ നോക്കിക്കോ, ഏതെങ്കിലും ടൗണിൽ ചെല്ലുമ്പോൾ അവിടെ 3-4 ടെക്സ്റ്റൈൽസ് ഉണ്ടെങ്കിൽ ഉറപ്പ് ഞാൻ പറയാം, ഏതോ ഒരു ടെക്സ്റ്റൈൽസുകാരൻ ഇട്ടപ്പോൾ അവിടെ വിജയിച്ചു. അതുകൊണ്ട് പിന്നെ നാട്ടുകാർ മൊത്തം ടെക്സ്റ്റൈൽസ് തുടങ്ങി കാണും. ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ 5-8 ബേക്കറി ഉണ്ടെന്ന് നോക്കിക്കോ, ഒരു ബേക്കറി വിജയിച്ചു, പിന്നെ ബാക്കിയുള്ളവനൊക്കെ ബേക്കറി ഇട്ടു. ഒരിക്കലും വേറൊരുത്തൻ കാണിക്കുന്നത് കണ്ടോ വേറൊരാൾ ചെയ്തത് കണ്ടോ നമ്മൾ ഒരു പണിക്കും പോരുത്. അല്ലെങ്കിൽ അപ്പം പറഞ്ഞു, അമ്മ പറഞ്ഞു, ഉപ്പ പറഞ്ഞു, ഉമ്മ പറഞ്ഞു, ഉസ്താദ് പറഞ്ഞു, പള്ളിയിലച്ചൻ പറഞ്ഞു, ഈ പണിക്കേ ഇറങ്ങരുത്. നമുക്കെന്താണോ ഇഷ്ടം അതിലേക്ക് മാത്രമേ ഇറങ്ങാവൂ. ഇഷ്ടം എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ ഇഷ്ടമെന്നറിയോ? നിങ്ങൾ ആരെങ്കിലും കാമുകന്മാരുണ്ടോ? ഇല്ല. പെരുന്തൽമണ്ണക്കാരൊക്കെ ഭയങ്കര മര്യാദക്കാരാണ്. ഈ കാമുകന്മാരുടെ പ്രത്യേകത എന്നാന്നറിയോ? ചില ആണുങ്ങളുണ്ട്, ഒരു മനുഷ്യനോട് മിണ്ടിയല്ല, ആൾക്കാരോട്ട് കമ്പനിയില്ല, അവൻ ഒറ്റയ്ക്ക് നടക്കും, കൂട്ടുകാരില്ല, ആരുമില്ല. അവന് ഒരു മനുഷ്യന് ഇഷ്ടമില്ലാത്തൊരുത്തനായിരിക്കും. പക്ഷെ അവൻ്റെ കാമുകിയോടാണ് അവനെക്കുറിച്ച് ചോദിച്ചേ, അവളെന്ത് പറയും? ഇത്രയും നല്ല പുരുഷൻ, ഇത്രയും നല്ല മനുഷ്യൻ, അവൻ്റെ നടപ്പ് കണ്ട, അവൻ്റെ ചിരി കണ്ട എന്നൊക്കെ പറഞ്ഞ് അവൾ ഇങ്ങനെ അവനെ പൊഴുത്തിക്കൊണ്ടേയിരിക്കും. ഇതുപോലെ തന്നെയാണ് നേരെ തിരിച്ചു. ഞങ്ങളുടെ നാട്ടിലേക്ക് പറയും, നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പറയില്ല, ചില മൂശാട്ട പെണ്ണുങ്ങളെന്ന് പറയും ഇല്ലേ? ഒരു മനുഷ്യനുമായിട്ടൊരു ബന്ധവുമില്ല, ഒരാളെ കണ്ടാൽ സംസാരിക്കുകയില്ല, ചിരിക്കുകയില്ലാത്ത പെണ്ണിനെ. പക്ഷെ അവളുടെ കാമുകനോട് അവളെക്കുറിച്ച് ചോദിച്ചു, അവനെന്ത് പറയും? ഏക്ക് ലടുക്കിക്ക് ഇതൊക്കെ തൈസലാകെ പാടുവാൻ. അതെന്തുകൊണ്ടാണെന്നറിയാം, ആ അവസ്ഥയിലുണ്ടാവുന്ന ഒരു ഇഷ്ടമുണ്ട്. അത്തരമൊരു ഇഷ്ടം നിങ്ങൾക്ക് എന്തിനോടാണോ അതിലേക്ക് മാത്രമേ നിങ്ങൾ ബിസിനസ്സിന് വേണ്ടി ഇറങ്ങാവൂ. അത് എന്തുകൊണ്ടെന്നാൽ ഏത് ബിസിനസ് തുടങ്ങിയാലും ആദ്യത്തെ ഒരു 5 വർഷക്കാലം ഒത്തിരി തടസ്സങ്ങൾ നേരിടേണ്ടി വരും, ഒത്തിരി പ്രയാസങ്ങൾ നേരിടേണ്ടി വരും, ഒത്തിരി പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ നിന്നു പോകേണ്ടി വരും. അപ്പോഴൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെ പിന്നാലെയാണ് പോകുന്നതെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഒരു ബിസിനസ് തുടങ്ങാൻ പലരെ കൊണ്ടും പറ്റും, ഒരു ബിസിനസ് പൂട്ടാൻ എല്ലാവരെ കൊണ്ടും പറ്റും. പക്ഷെ ഒരു ബിസിനസ് കൊണ്ട് നടക്കാൻ ചിലരെ കൊണ്ടേ പറ്റും. എഴുതി വെച്ചോട്ടെ, ഇത് ഞാൻ പറഞ്ഞ. അപ്പോൾ ആ കൊണ്ട് നടക്കുന്നവരിലേക്ക് ആകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അത്തരം കൊണ്ട് നടക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചോ, അവരതിനകത്തൊരു പാഷനുള്ള, അതിനൊരു ഇഷ്ടമുള്ളവരായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളുടെ ഇഷ്ടമായിരിക്കണം. ഞാനിത് പറയുന്നത് എനിക്കിവിടെ നിന്നിട്ട് നിങ്ങളെല്ലാവരും IAS-കാരാണോ MBBS-കാരാണോ എന്ന് പറയാനുള്ള യോഗ്യത എനിക്കില്ല. എനിക്ക് ആകെ നിങ്ങളോട് പറയാം, നിങ്ങളെല്ലാം ബിസിനസ്സുകാരാകണമെന്നാണ്. ഫ്രഷ് ടൂമിനെ കുറിച്ച് ഞാൻ മുഴുപ്പെല്ലാം പറഞ്ഞില്ല. ഈ ഗൂഗിളും മൈക്രോസോഫ്റ്റും ഒക്കെ പൈസ കൊണ്ടുവന്നതിനേക്കാളും എന്നെ സന്തോഷിപ്പിക്കുന്നതെന്നറിയോ? ഞാൻ ചേർത്തലയിലെ പള്ളിപ്പുറത്ത് ഒരു ചെറിയ ഗ്രാമത്തിൽ ചെറിയ രീതിയിൽ തുടങ്ങിയ മീൻ കച്ചവടം ഇന്ന് ഇന്ത്യയിൽ മാത്രം ഡയറക്റ്റും ഇൻഡയറക്റ്റുമായി 17,000 കുടുംബങ്ങൾക്ക് ജോലി കൊടുക്കുന്നതെന്നാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് നിങ്ങളും മീൻ കച്ചവടം ചെയ്ത് വിടുമ്പോൾ എത്താമെങ്കിൽ പിന്നെ നിങ്ങളുടെ കച്ചവടം അതിലും വലുതല്ലേ? ഇല്ലേ? ഒരു ഗ്ലാമറും ഇല്ലാത്ത പണിയായിരുന്നു.
ഞാൻ കല്യാണം കഴിച്ചുകൊണ്ടല്ല, അന്ന് പെണ്ണ് പോലും കിട്ടിയല്ല മീൻ കച്ചവടക്കാരൻ. അങ്ങനത്തെ ഒരു കാലത്തിലാണ് ഞാനത് തുടങ്ങിയത്. അതെന്ന് പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിലിരിക്കുന്ന ഐഡിയകൾ അതിനേക്കാൾ എത്രയോ വലിയ ഐഡിയകളായിരിക്കും. എല്ലാത്തിനോടും മാർഗങ്ങളുണ്ടെന്ന്. നിങ്ങൾക്ക് എന്തിനോടാണോ ഇഷ്ടം അതിന് മുഴുവനോട് വഴികളുണ്ട്. നമ്മുടെ അപ്പനും അമ്മയും നമ്മളെ പഠിപ്പിച്ച ഒന്നെങ്കിൽ ഡോക്ടറാകണം, അല്ല എഞ്ചിനീയറാകണം, അല്ല വക്കീലാകണം, അല്ല സി എക്കാരനാകണം, എങ്കിൽ മാത്രമേ രക്ഷപ്പെടുമെന്ന് പറയുന്ന കാലമൊക്കെ പോയി. നിങ്ങൾക്ക് എന്തിനോടാണോ നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടം, ഇത് ഞാൻ പറയുന്നത് നിങ്ങളുടെ മാതാപിതാക്കളോടാ കേട്ടോ. കുട്ടികൾക്ക് എന്തിനോടാണോ ഇഷ്ടം, അവർ കബഡി കളിക്കാനാണോ, ഫുട്ബോൾ കളിക്കാനാണോ, ക്രിക്കറ്റ് കളിക്കാനാണോ, ഡാൻസ് കളിക്കാനാണോ, പടം വരയ്ക്കാനാണോ, എന്തിനും ഇന്ന് ലോകത്തൊരു ചാൻസാണ്. സാമ്പത്തികമായി ഭദ്രത നേടാൻ എല്ലാത്തിനും വഴികളുണ്ട് ഇവിടെ. ഡൽഹിയിൽ എനിക്കറിയാവുന്ന എൻ്റെ ബന്ധുവായ അങ്കിൾ വാൻറ്റിയും ഡൽഹിയിൽ 2 യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന അധ്യാപകരാണ്. ഒരേ ഒരു മകളാണ്. എപ്പോഴും ഞാൻ ചെല്ലുമ്പോൾ എന്നോട് പറയും, ഒന്ന് അവളോട് പറയടാ, അവൾ എന്ത് ചെയ്താൽ പഠിക്കില്ല, ഇവർ കൊണ്ട് അവളെ എൻട്രൻസിനാക്കുന്നു അതിനാക്കുന്നു എന്നും ചെയ്യില്ല. ആ പെണ്ണ് ആ പടം ചെയ്യണത് പടം വരയ്ക്കും. ഞാനൊരു സോറി, നിങ്ങൾ ഈ കിടന്ന് ഈ കൊച്ചിന് വഴക്കില്ല, നിങ്ങൾ ആ കൊച്ചിന് പടം വരയ്ക്കാനൊന്നും കൊണ്ട് കോഴ്സിൽ കൊണ്ട് ചേർക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടാണ് അമ്മ എന്തായാലും പൂനെയിലെ സിംബയോസിസിൽ അവർ പടം വരയെ ബന്ധപ്പെട്ട കോഴ്സിനെ കൊച്ചിനെ കൊണ്ട് ചേർത്തു. കഴിഞ്ഞിടയ്ക്ക് അപ്പൻ 2-3 വർഷത്തിന് മുമ്പ് അപ്പൻ പെൻഷൻ പറ്റിയപ്പോൾ ഞാൻ ആ വീണ്ടും ചെന്നു. അപ്പോൾ മോളില്ല ഇവിടെ. ചോദിച്ചപ്പോൾ എവിടെയാണ്? മോള് ലണ്ടനിലാണ്. എവിടെ പോയി? ഇന്ത്യൻ കൾച്ചറൽ അസോസിയേഷൻ, ലണ്ടൻ കൾച്ചറൽ അസോസിയേഷൻ കൂടി ലണ്ടനിൽ ചിത്ര പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുക. അതിന് പോയിരിക്കുക കൊച്ചി. വൈകുന്നേരം അത്താഴം കഴിഞ്ഞ കൊച്ചിൻ്റെ മെസ്സേജ് അമ്മയ്ക്ക് വന്നു, അമ്മേ ഇന്ന് എൻ്റെ ഒരു പടമേ വിറ്റുപോയുള്ളൂ, അറൗണ്ട് 3 lakhs. ഇംഗ്ലണ്ടിലെ സായിപ്പിന് 3 lakhs കപ്പലിൻ്റെ വിലയായിരിക്കും. ഞാൻ അപ്പനും അമ്മയോട് ചോദിച്ചു, നിങ്ങൾ രണ്ടും കൂടി 1-ാം തീയതി തൊട്ട് 30-ാം തീയതി വരെ ഈ കോളേജിൽ പോയിട്ട് വന്ന് എന്ത് കിട്ടും രണ്ടുപേരും കൂടി? ആ കൊച്ചു ഒറ്റ ദിവസം ഒരു പടം വിറ്റപ്പോൾ കിട്ടിയതാണ് 3 ലക്ഷം രൂപ. അതുകൊണ്ട് എന്തിനും ഏതിനും ചാൻസ് ഉണ്ട്. ഒരു കഥ കൂടി പറയാം. കഥയല്ല, സംഭവം. ഞങ്ങൾ ബാംഗ്ലൂർ ഓഫീസ് തുടങ്ങി. ഓഫീസും ഫാക്ടറിയും തമ്മിൽ കുറേ ദൂരമുണ്ട്. അപ്പോൾ ഞാൻ എപ്പോൾ ചെന്നാലും അങ്ങോട്ട് പോകണമെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ചാണ് ഈ ഫാക്ടറിയിലേക്ക് പോകണം. അപ്പോൾ ഓട്ടോ ഓടിച്ചുകൊണ്ട് ചേട്ടനുണ്ട്, സ്ഥിരമായിട്ട് പുള്ളിനെ വിളിക്കണം. പുള്ളി എപ്പോഴും എന്നോട് ഇത് പറയും, മാത്യു എൻ്റെ മകൻ ഒന്നും പിടിക്കുന്നില്ല, എന്തെങ്കിലും പഠിച്ചിരുന്നേ അവനെ നിങ്ങളുടെ കമ്പനിയിൽ എന്തെങ്കിലും ജോലിക്കെങ്കിലും കയറ്റും, അവൻ എന്ത് ചെയ്താൽ പഠിക്കുകയില്ല, അവൻ ആകെ കബഡി തന്നെ കബഡി കളി, ഒന്നും കേൾക്കുകയില്ല, പറഞ്ഞാലും മനസ്സിലാകില്ലെന്ന് പറയും. കുറേ നാൾ കഴിഞ്ഞ് ഞങ്ങൾക്ക് ആറായി, ഞങ്ങളെ ചേട്ടനെ തിരക്കാണ്ടായി, കാണാണ്ടായി. കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞിടയ്ക്ക് ഞാൻ ആ ചേട്ടനെ കണ്ടു. അപ്പോൾ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ മകൻ അവനിപ്പോൾ പൂനെയിലെ ഒരു കബഡി ടീമിൽ മെമ്പറാണ്. ഒരു വർഷത്തെ വരുമാനം 60 ലക്ഷം രൂപയാണ്. അതായത് ഒരു മാസം 5 ലക്ഷം രൂപ. ഞാൻ കഴിഞ്ഞിടയ്ക്ക് കോതമംഗലത്തൊരു മീറ്റിംഗ് പോയി. ഞാനും ഉണ്ടായിരുന്നു, നമ്മുടെ ഇപ്പോൾ പെൻഷൻ പറ്റി VP ജോയ് സാറല്ലേ, നമ്മുടെ ചീഫ് സെക്രട്ടറി ജോയ് സാറുണ്ടായിരുന്നു, മാത്യു കുഴനാട് MLA ഉണ്ടായിരുന്നു. ഞാൻ IAS കാരണം ജോയ് സാറിനോട് ചോദിച്ചു, സാറിന് കിട്ടുന്നുണ്ടോ 5 ലക്ഷം രൂപ? ഇല്ല മാത്യു എന്ന് പറഞ്ഞു. കബഡി കളിക്കാൻ നടന്നവൻ അപ്പം വഴക്കിട്ട് വിട്ടവനാന്ന് എന്ന് പറഞ്ഞത് മാതിരി നിങ്ങളുടെ മക്കളുടെ ഇഷ്ടങ്ങൾ എന്താണോ അതിനെല്ലാത്തിനും ചാൻസ് ഇന്ന് ലോകത്തുണ്ട്. അല്ലാതെ ഇതിന് മാത്രമേ ചാൻസ് ഉള്ളൂ, ഇങ്ങനെ ചെയ്താൽ മാത്രമേ അവൻ രക്ഷപ്പെടൂ, എങ്കിൽ മാത്രമേ സാമ്പത്തിക ഭദ്രത നേടൂ എന്ന് നിങ്ങൾ ചിന്തിക്കുകയേ ചെയ്യരുത്. നിങ്ങളെല്ലാവരെയും സേഫ് സോണിൽ നിർത്താൻ നോക്കല്ലേ. കുട്ടികൾക്ക് അതിനു മാതിരിയുള്ള ചാൻസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ഗൾഫ് ഫുഡ് ഷോയ്ക്ക് ദുബായി പോയി. അവിടെ ചെന്നപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അമേരിക്കയിൽ നിന്നൊരു സ്റ്റോളാണ്. ഒരു സ്റ്റോൾ 5 ദിവസം കിട്ടണമെങ്കിൽ അവിടെ ഏകദേശം 40 ലക്ഷം രൂപ കൊടുക്കണം. 40 ലക്ഷം രൂപ കൊടുത്താൽ സ്റ്റോൾ ഇട്ടിരിക്കുന്ന ആ സ്റ്റാളിൽ വിൽക്കുന്നത് എന്താണെന്നറിയോ? അവർ വിൽക്കുന്ന ചീനിക്കപ്പ് എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും, ഇവിടെ എന്താ പറയുന്നറിയില്ല, മധുരക്കിഴങ്ങ്. മധുരമുള്ള കപ്പയില്ലേ, വൈകുന്നേരം സ്കൂളിൽ നിന്ന് പറയുമ്പോൾ അമ്മയൊക്കെ പുഴുങ്ങി വെച്ചേക്കും അമ്മച്ചി. ഇവിടെ എന്താ പറയണത്? മധുരക്കിഴങ്ങെന്നാണോ? സ്വീറ്റ് പൊട്ടറ്റോ അല്ലേ, അതാണ് സാധനം. അപ്പം ഞാനോർത്ത് ഇവരിതുകൊണ്ട് എന്തോ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കി വിൽക്കുമെന്നൊന്നുമല്ല. അവർ സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ടാക്കുന്നു, മണ്ണിൽ നിന്നെടുത്ത് കുടയുന്നു, കാട്ടനകത്താക്കുന്നു, ബ്രാൻഡ് ചെയ്യുന്നു. ഒരാഴ്ചയിൽ മിനിമം 4 കണ്ടെയ്നർ 4 രാജ്യങ്ങളിലേക്ക് അവർ വിടുന്നുണ്ട് മിനിമം. എത്രയോ കപ്പ നമ്മുടെ മണ്ണിൻ്റെ കിടക്കണം, എത്രയോ കാച്ചിൽ നമ്മുടെ മണ്ണിൻ്റെ കിടക്കണം. ഇതൊന്നും നമ്മളൊന്നും ചെയ്യലെന്ന്. നമ്മൾ പണ്ട് നമ്മുടെ ആൾക്കാർ, ഞാൻ അമേരിക്കയിലായിരുന്നു ജനിച്ചിരുന്നെങ്കിൽ തകർത്തേനെ, ഞാനെങ്കിൽ ലണ്ടനിലായിരുന്നെങ്കിൽ പൊളിച്ചേനെന്ന് പറയും. ചുമ്മാ പറയണം. ലണ്ടനിലിരിക്കുന്ന സായിപ്പ് കൂട്ടനും അമേരിക്കയിലെ സായിപ്പും പള്ളിപ്പുറത്തിരിക്കുന്ന ഞാനും അല്ലെ പെരുന്തൽമണ്ണയിലിരിക്കുന്ന നിങ്ങളും, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിനകത്ത് കൂളി കയറി ചോദിച്ചാൽ ഒരേ ഉത്തരം കിട്ടണം. അല്ല സായിപ്പാന്ന് അവർ ഒരു സാധനം കൂടുതൽ കുടിക്കുകയല്ലേ, കൊടുക്കുക ഇല്ലെന്ന്. ലോകം ഇതിനകത്തുണ്ടെന്ന്. അതുകൊണ്ട് സായിപ്പല്ല അല്ലായിരുന്നു ഞാൻ തകർത്തേനെന്നൊക്കെ വെറുതെ നമ്മൾ എക്സ്ക്യൂസ് പറഞ്ഞാണ്. എല്ലാത്തിനും ചാൻസ് ഉണ്ടെന്ന് ലോകത്ത്, എല്ലാത്തിനും. ഒന്നിനും ചാൻസ് ഇല്ലാതില്ല. ചായ വിറ്റ് അല്ലെ എത്രയോ സ്റ്റാർട്ടപ്പുകൾ ചായ മാത്രം വയ്ക്കുന്നു, ചായവാല, ചായ കിങ് എന്നൊക്കെ എത്രയോ കമ്പനികൾ. ഇഷ്ടം പോലെ ചാൻസ് തന്നു. നമ്മളെവിടെ ജീവിക്കണമെന്നറിയോ? നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്താണ്. ഈ രാജ്യം എന്താണെന്നറിയോ? ലോകത്ത് നിങ്ങൾ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ കമ്പനികൾ എടുത്തു നോക്കിയോ, ആപ്പിൾ, കിയ, സാംസങ്, ഹുണ്ടായി, ഏതാണ് നിങ്ങൾ പറ. എല്ലാ കമ്പനികളുടെയും ബാലൻസ് ഷീറ്റും ബഡ്ജറ്റും നിങ്ങളൊന്ന് എടുത്ത് വായിക്കണം.
ഏറ്റവും കൂടുതൽ അവർ പൈസ മാർക്കറ്റിങ്ങിന് വേണ്ടി മുടക്കുന്നത് ഇന്ത്യ എന്ന രാജ്യത്തെ മാർക്കറ്റ് പിടിക്കാനാണ്. അത്രയും വലിയ മാർക്കറ്റാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ജനിച്ചു വളർന്നിരിക്കുന്നതെന്ന്. 140 കോടി ജനങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ആദ്യം ഞങ്ങളുടെ ഒരു കണക്ക് പറയാം, ഒരു ഡാറ്റ പറയാം. ഇന്ത്യയിലെ മീൻ കച്ചവടം, ഞാൻ 2012 ഇറങ്ങാൻ കാര്യം എന്നാണെന്നറിയോ? എൻ്റെ കഥ പറഞ്ഞാൽ കുറേ സമയം പോകും. എന്തൊരു സമയമുണ്ട് എനിക്ക്? 20 മിനിറ്റുകൾ ഇപ്പോൾ തീരും. ഞാൻ 2012 ഇറങ്ങി. ഞാൻ സീ ഫുഡിലുണ്ടായിരുന്ന ആളാണ്. സീ ഫുഡൊക്കെ ചെയ്ത് എക്സ്പോർട്ട് ചെയ്തു. നഷ്ടം വന്നു. 2008 റെസിഷൻ, സാമ്പത്തിക മാന്ദ്യം വന്നില്ല. അമേരിക്കയിലെ ബാങ്കുകൾ പൊട്ടി തകർന്ന് തരിപ്പണമായി. അത് കഴിഞ്ഞ് 2010 എൻ്റെ എക്സ്പോർട്ടിനെ ബാധിച്ചു. ഞാൻ തകർന്ന് തരിപ്പണമായി. ഇത്രയും വർഷം ഞാൻ ഉണ്ടാക്കിയതെല്ലാം വിറ്റു. ഞാൻ താമസിക്കുന്ന വീടും എൻ്റെ പറമ്പും മാത്രം മിച്ചമായി. എൻ്റെ കാറുകൾ വിറ്റു, ലോറികൾ വിറ്റു, എല്ലാം വിറ്റ് തീർന്നപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, അവളെല്ലാ ദിവസവും കാണുന്നുണ്ട്, ഞാനിങ്ങനെ ഈ ബിസിനസ്സുകാരനാകാൻ മോഹം മൂത്ത് ധീരുഭായ് അംബാനി ഭ്രാന്ത് പിടിച്ച നടക്കാളാന്ന് അവൾക്കറിയാം. അപ്പം ഞാൻ അവളോട് പറഞ്ഞേടി, ഇനിയും ധീരുഭായ് അംബാനി നടക്കില്ല, എവിടെയെങ്കിലും വീണ്ടും ജോലിക്ക് പോകണം, അല്ല ഇനി വീടും ഇതും കൂടി വിറ്റുപോകും, മൊത്തത്തിൽ പോയി. അപ്പോൾ സാമ്പത്തിക മാന്ദ്യം അന്ന് ഇന്ത്യയെ ബാധിച്ചില്ലെന്നുള്ളതാണ് ആ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ എക്സ്പോർട്ട് ചെയ്ത രാജ്യങ്ങളെയും ബാധിച്ച് തകർന്ന് എൻ്റെ എക്സ്പോർട്ടെല്ലാം ഭയങ്കര നഷ്ടം. ഞാൻ മാത്രമല്ല, എല്ലാവരും. അപ്പോൾ എൻ്റെ വൈഫ് ഒരു ചോദ്യം ചോദിച്ചു, ഒരു അത്താഴത്തിന് ഞങ്ങൾ ഇരിക്കുമ്പോൾ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ വില കൂടിയ രാജ്യത്ത് നിന്ന് എടുത്ത് വില കുറഞ്ഞ രാജ്യത്തേക്ക് കൊടുക്കുന്നത്? ഈ വില കൂടിയ രാജ്യത്ത് തന്നെ വിറ്റാൽ പോരെ? സത്യം പറഞ്ഞാൽ ഇന്നിപ്പോൾ എവിടെയാണോ ഫ്രഷ് ഹോം, എല്ലാത്തിൻ്റെ ആധാരം അവർ ഒറ്റ ചോദ്യമാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു വനിതാ എൻ്റർപ്രനോട് പറയുമായിരുന്നു, ആണ് പെണ്ണെന്നൊന്നും വ്യത്യാസമില്ല. നമ്മുടെ നാട്ടിൽ പൊട്ടി പെണ്ണുങ്ങൾ എന്ത് പറയാനാന്ന് ചോദിക്കും. ചുമ്മാന്ന് അവർ ചില സാധനം ചോദിച്ചാണല്ലോ കുത്തിക്കയറും, കിടന്ന ഉറക്കം വരികയല്ലോ പിന്നെ. അതുകൊണ്ട് നിങ്ങൾ ആണ് പെണ്ണെന്നൊരു വ്യത്യാസം ഇന്ന് ലോകത്തില്ല, പ്രത്യേകിച്ച് ബിസിനസ് തുടങ്ങാൻ. നമ്മൾ കാണാത്ത, ആണുങ്ങളായ ഞങ്ങൾക്ക് കാണാൻ പറ്റാത്ത പലത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ലോകത്തെ ഏറ്റവും വലിയ നിശബ്ദ വിപ്ലവകാരികളാരെന്നറിയോ? അമ്മമാരാണ്. ഇപ്പോഴത്തെ പെണ്ണുങ്ങളായ അമ്മമാർക്ക് ഇത് മനസ്സിലാവുന്നില്ലെന്നറിയില്ല. എൻ്റെ അമ്മച്ചിയുടെ കാര്യം ഞാൻ പറയാം. ആ കാലത്ത് ജീവിച്ചിരുന്ന അമ്മമാർ, അപ്പന്മാരെന്തെങ്കിലും പൈസ കൊണ്ടുവരും. ഈ പൈസ എന്ത് ചെയ്യണം? പൈസയെ നമ്മുടെ വീട്ടിലെ എല്ലാത്തിനുമായി വീതിക്കണം. ആ അമ്മമാർ ആരും അറിയണ്ട, അവർക്ക് പേര് വേണ്ട, പ്രശസ്തി വേണ്ട. അവരാ വീടിനുള്ളിൽ ഈ ഭർത്താവ് കൊണ്ടുവരുന്ന പൈസ കൊണ്ട് എല്ലാ മക്കളെയും തൃപ്തിപ്പെടുത്തി വയറ് നിറച്ച് ഭർത്താവിനും കൊടുത്ത് വീട്ടിലെ കാര്യങ്ങൾ നടത്തി, ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും തികയാതെ വന്നാൽ അത് സ്വന്തം വയറ് ചുരുക്കി പിടിച്ച് അത് മിച്ചം വെച്ച് ഭർത്താവ് അടുത്ത മാസം എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ വീണ്ടും കയ്യിൽ നിന്നൊരു 5000, എൻ്റെ ഒരു 5000 രൂപ ഉണ്ടെന്ന് എടുത്തു കൊടുക്കും. എല്ലാം പുള്ളി കൊടുത്ത പൈസ തന്നെയാണ്. അത്തരം ഒരു നിശബ്ദ വിപ്ലവം നടത്തിയ അമ്മമാരുണ്ട് ഇവിടെ. അത് ബിസിനസ്സിൻ്റെ വലിയൊരു പാഠമാണ്. അപ്പോൾ സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ വ്യത്യാസമില്ലാത്ത ബിസിനസ് ലോകത്ത് ഇറങ്ങാൻ എല്ലാം കൊണ്ടും പറ്റും. പ്രത്യേകിച്ച് മലപ്പുറത്തുകാരുടെ എനിക്കൊരു പ്രത്യേക നന്ദിയും സ്നേഹമുണ്ട്. എന്നാന്നറിയോ? ഞാൻ 2012 തുടങ്ങി സീറ്റ് ഹോം തുടങ്ങി. 2-3 മാസം കഴിഞ്ഞപ്പോൾ ഫോബ്സ് മാഗസിൻ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നു. അപ്പോൾ ഫോബ്സ് വന്നപ്പോൾ ഫോബ്സാണ് എന്നോട് പറയുന്നത്, മാത്യു, seathome.com ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ ഫിഷ് മാർക്കറ്റ്. seathome.com ആണ് ലോകത്തിലാദ്യമായി പച്ചമീനിനെ ഓൺലൈൻ എത്തിച്ചത്. seathome.com ആണ് ലോകത്തിലാദ്യമായി പച്ചമീനിനെ ബ്രാൻഡ് ചെയ്തത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഞാൻ ആരൊക്കെയാണെന്ന്. അങ്ങനെ seathome.com പല പത്രങ്ങളും മാഗസിൻസൊക്കെ ഇൻ്റർവ്യൂ ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം തിരുവനന്തപുരത്തെ മലയാള മനോരമ എന്നെക്കുറിച്ച് ഞാൻ കഥപ്പുറത്ത് നടക്കുന്ന ഒരു ഫോട്ടോയൊക്കെ വെച്ച് പേപ്പർ അടിച്ചു വന്നു. അന്ന് രാവിലെ ഏകദേശം 11 മണിയായപ്പോൾ 1000-ലധികം ആൾക്കാർ എൻ്റെ സൈറ്റിലേക്ക് ഇരച്ചു കയറി. 11 മണിയായപ്പോൾ എൻ്റെ കഥ ആൾക്കാർ അറിഞ്ഞു തുടങ്ങി. പക്ഷേ 11:30 ആയപ്പോൾ seathome കഥ കഴിഞ്ഞു. സാധനം പൂട്ടി. കസ്റ്റമേഴ്സ് കൂടി പൂട്ടിപ്പോയ കമ്പനിയാണെന്ന് PSC വല്ല ചോദ്യം ചോദിക്കണം, seathome എന്ന് എഴുതിക്കും കേട്ടോ. കസ്റ്റമർ കൂടി പൂട്ടിപ്പോയ കമ്പനിയാണ് seathome. പിന്നെ എനിക്ക് ടെക്നോളജികൾ ഭയങ്കര ഇഷ്ടം കൊണ്ടാണ് ഞാൻ അതൊക്കെ ചെയ്തത്. പക്ഷേ എനിക്ക് ഇപ്പോഴും അറിയില്ല വാട്ട്സ് ബിഹൈൻഡ് ദ സ്ക്രീൻ. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാതെ ടെക്നോളജി അറിയാവുന്ന ആരെങ്കിലും കൂട്ടാമെന്ന് തപ്പി നടന്നപ്പോൾ എനിക്കൊരു ഫോൺ വരുന്നു ബാംഗ്ലൂരിൽ നിന്ന്. എൻ്റെ പേര് ഷാൻ കടവിൽ. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ടൈം ഔട്ട്? എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് മീൻ കിട്ടാത്തത്? ഞാൻ സ്ഥിരമായി വാങ്ങുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഷാനോട് പറഞ്ഞു, ഒരു 5 മിനിറ്റ് വേണേ. ഞാൻ പറഞ്ഞു, ഷാനെ, ഇതുകൊണ്ടാണ് എൻ്റെ ടെക്നോളജി കുറവുണ്ട്, ഞാൻ ടെക്നോളജി അറിയാവുന്ന ആരെയെങ്കിലും കൊണ്ടുപോയി ഈ ബിസിനസ് ഞാൻ തുടങ്ങാം, അപ്പോൾ നിങ്ങൾക്ക് മീൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഷാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ കാണാൻ കൊച്ചി വന്നു. തിരിച്ച് ഞാൻ ബാംഗ്ലൂർ പോയി അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തിന് ടെക്നോളജിയുടെ അറിവ് കണ്ടു. ഇ-കൊമേഴ്സിൽ അദ്ദേഹത്തിനുള്ള കഴിവ് എനിക്ക് മനസ്സിലായി. അങ്ങനെ ചർച്ച ചെയ്ത് ഞങ്ങൾ 2015 seathome ഫ്രഷ് ഹോം ആക്കി മാറ്റി. സി എന്ന് പറഞ്ഞപ്പോൾ മീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് മീറ്റേ കൂടി ചേർത്തപ്പോഴാണ് സി എടുത്ത് മാറ്റി അവിടെ ഫ്രഷ് കൊണ്ടുവന്ന്. അങ്ങനെയാണ് 2015 ഫ്രഷ് ഹോം ഉണ്ടായത്. ഈ സാക്ഷാൽ ഷാൻ കടവിൽ
മലപ്പുറംകാരനായ എടപ്പാൾ സ്വദേശിയാണ്. ഷാനവാസ് കടവിൽ എന്നാണ് മുഴുവൻ പേര്. അതുകൊണ്ട് മലപ്പുറംകാർ എൻ്റെ കുടുംബക്കാരാണ്. ഇന്ന് നിങ്ങൾ കാണുന്ന ഫ്രഷ് ടു ഹോമിൻ്റെ എല്ലാ വളർച്ചയ്ക്കും എല്ലാ ഉയർച്ചയും കാരണം ഷാനും ഞാനും കൂടിയുള്ളൊരു കൂട്ടായ്മയാണ്. അതായത് ഷാനും ഷാൻ്റെ കൂടെ ഒരു 6 പേരുണ്ടായിരുന്നു. അവരെല്ലാവരും കോർപ്പറേറ്റുകളിൽ നിന്ന് വന്നവരാണ്. ഞാൻ തനി മാർക്കറ്റിൽ നിന്ന് വന്നതാണ്. എപ്പോഴാണോ മാർക്കറ്റും കോർപ്പറേറ്റും കൂടി കണ്ടുമുട്ടിയത് അപ്പോഴാണ് കേരളത്തിൽ, ഇന്ത്യയിൽ ഇങ്ങനൊരു ബിസിനസ് ഉണ്ടായത്. അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് മലപ്പുറംകാരോടാണ്. അതുകൊണ്ട് എല്ലാ നന്ദിയും സ്നേഹവും മലപ്പുറംകാർ ഒത്തിരി പറയാനുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, നമുക്ക് നമ്മുടേതായ ഒരു ശൈലിയുണ്ട് എല്ലാവർക്കും. അത് ഞാൻ ലോകത്തിൽ ഒരു ഉദാഹരണം പറയാം. മാർട്ടിൻ ലൂതർ കിങ്ങിനെ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? നിങ്ങൾ ഈ ഗൂഗിൾ ഉപയോഗിക്കുന്ന, യൂട്യൂബ് ഉപയോഗിക്കുന്നവരൊക്കെ എടുത്തിട്ടേ ഐ ഹാവ് എ ഡ്രീം എന്നൊരു പ്രസംഗമാണ് അദ്ദേഹത്തിൻ്റെ. ആ പ്രസംഗം കേൾക്കണം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കേട്ടിട്ടുള്ള 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും നല്ല ശബ്ദമാണ്. അമേരിക്കയുടെ ചരിത്രം കേട്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രസംഗമാണ്. ആ പ്രസംഗം ഉണ്ടായതിൻ്റെ പിന്നെ ഒരു കഥയുണ്ട്. ഈ മാർട്ടിൻ ലൂതർ കിങ് അത് നടത്തുന്നത് എബ്രഹാം ലിങ്കൺ മരിച്ചതിൻ്റെ എബ്രഹാം ലിങ്കൻ്റെ 100-ാം വാർഷികം പ്രമാണിച്ച് നടത്തണം. അത് ലിങ്കൺ പടവുകളിൽ നിന്നുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നതാണ്. ആ ഒരു മീറ്റിങ്ങിൽ 18 പേര് പ്രാസംഗികരാണ്. അതിൽ 16-ാമനായിട്ടാണ് എബ്രഹാം ലിങ്കൺ വരുന്നത്. നിങ്ങൾ ഇപ്പം തന്നെ മടുത്തു. അപ്പോൾ 16-ാമനായി പ്രസംഗിക്കാൻ പറ്റുന്ന ഒരാളെ കേൾക്കണവർക്ക് എന്തൊരു മടുപ്പുണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷേ ഈ ഇദ്ദേഹത്തിനൊരു കുഴപ്പമുണ്ട്. ഇദ്ദേഹം എവിടെ പോയാലും കുറേ സ്വപ്നവും പറയും, അത് കഴിഞ്ഞ് എബ്രഹാം ലിങ്കനെ കുറിച്ചും പറയും. ഇത് പുള്ളിയുടെ സ്ഥിരം ശൈലിയാണ്. അപ്പോൾ ഈ ലിങ്കൺ മെമ്മോറിയൽ ട്രസ്റ്റ് എന്ന് പറഞ്ഞു, ഈ മനുഷ്യൻ ഇവിടെ വന്നാൽ ഇത് തന്നെ പറയും, അതുകൊണ്ട് നമുക്ക് എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു, മാർട്ടിൻ ലൂതർ കിങ് നിങ്ങൾ സ്ഥിരം പറഞ്ഞ പ്രസംഗമൊന്നും പറഞ്ഞാൽ ഞങ്ങൾ എഴുതിത്തരാം, അത് പറഞ്ഞാൽ പറഞ്ഞു. അങ്ങനെ 2 പേർ ചേർന്ന് എബ്രഹാം ലിങ്കന് പ്രസംഗം എഴുതി കൊടുക്കുകയാണ്. പ്രസംഗം തുടങ്ങി. എബ്രഹാം ലിങ്കൺ 2 ലക്ഷത്തിലധികം ആൾക്കാർ കൂടി നിൽപ്പുണ്ട് ഈ ലിങ്കൺ പടവുകളുടെ താഴെ. അപ്പോൾ എബ്രഹാം ലിങ്കൺ മാർട്ടിൻ ലൂതർ കിങ് പ്രസംഗം ആരംഭിച്ചു. പക്ഷേ ഈ 2.5 ലക്ഷം ആൾക്കാർ അനങ്ങുന്നേ ഇല്ല, ഒന്നും ചരിക്കുന്നില്ല. അപ്പോൾ ഈ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ എമിലിയാനോ മാർട്ടിനസ് എന്നൊരു അമേരിക്കൻ ആഫ്രിക്കൻ സുവിശേഷ ഗായിക നിൽപ്പുണ്ടായിരുന്നു. അവർ ഈ ലിങ്കൻ്റെ പ്രസംഗം പലയിടത്തും കേട്ടിട്ടുള്ള മാർട്ടിൻ ലൂതറിൻ്റെ പ്രസംഗം. അപ്പോൾ അവർ എമിലിയാനോ മാർട്ടിനസ് പറഞ്ഞ്, മാർട്ടിൻ, നിങ്ങൾ അവരുടെ സ്വപ്നത്തെക്കുറിച്ച് പറയൂ, നിങ്ങൾ നിങ്ങളുടെ ശൈലിയിൽ സംസാരിക്കൂ. പിന്നെ പിറന്നതാണ് ചരിത്രം. മാർട്ടിൻ പേപ്പർ മടക്കി വെച്ച് സാക്ഷാൽ മാർട്ടിനായി മാറി. ആ പിടങ്ങിയ പ്രസംഗമാണ്. നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്കിയോ, 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും നല്ല പ്രസംഗം. അമേരിക്കയുടെ ചരിത്രം ഇന്ന് വരെ കേട്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ പ്രസംഗം ഉണ്ടായത് പിന്നെയാണ്. ഞാനിത് പറഞ്ഞത് മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെതായ ഒരു ശൈലിയുണ്ടെന്ന്. ആരെഴുതി കൊടുത്താലും ആര് കാണിക്കുന്നുണ്ടാലും അവനാകാൻ പറ്റില്ല. ഇതുപോലെയാണ് എനിക്കും നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും അവൻ്റെതായൊരു ശൈലിയുണ്ട്. ആ ശൈലി മാത്രം നമ്മൾ പുറത്തെടുത്താൽ മതി. അല്ലാതെ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടോ ആരെങ്കിലും കാണിക്കുന്നത് കൊണ്ടോ നിങ്ങൾ പോകുകയേ വേണ്ട. നമ്മുടെ ശൈലിയിൽ നമ്മുടെ ഇഷ്ടത്തെ കൊണ്ടുവരണം. പിന്നെന്ത് വേണം? പിന്നെ വരേണ്ടത് ടെക്നോളജിയാണ്. ടെക്നോളജി എത്രത്തോളം നിങ്ങളുടെ ബിസിനസ്സിനുള്ളിലേക്ക് കയറ്റാവോ അത്രത്തോളം നിങ്ങൾ കയറ്റണം. ടെക്നോളജിയെ മാറ്റി നിർത്തുകയും അതിനോട് മുഖം തിരിക്കുകയും ചെയ്യുന്നവർക്ക് ഇനി രക്ഷപ്പെടാനേ പറ്റില്ല. ടെക്നോളജി എങ്ങനെയൊക്കെ മീൻ കച്ചവടത്തിൽ ടെക്നോളജി കൊണ്ടുവരാമെങ്കിലാണ് പിന്നെ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യത്തിന് കൊണ്ടുവരാൻ പറ്റും. ഒരു സംശയം വേണ്ട. ഇനി പല ചില്ലറ കടകൾ, ഞാൻ എല്ലായിടത്തും പറഞ്ഞു, പല ചില്ലറ കടകളില്ലേ പണ്ട് ഇവിടെ പ്രായമുള്ളവർക്കറിയാം. നമ്മുടെ കടകൾ എങ്ങനെയായിരുന്നു? നമ്മൾ ചെല്ലുമ്പോൾ ഒരു കട ബെഞ്ച് വെച്ച് മറിക്കും, നമ്മൾ ബെഞ്ചിൻ്റെ പുറത്ത് വയ്ക്കും, എന്നിട്ട് 1 കിലോ അരി പിന്നെ കടയ്ക്കകത്ത് ഇങ്ങനെ ചേട്ടൻ പൊതിഞ്ഞ് വയ്ക്കും, 1/2 കിലോ പഞ്ചസാര, 100 തേയില എല്ലാം പൊതിഞ്ഞ് വെച്ചിട്ട് നമ്മളെടുത്തുകൊണ്ട് പോരും. അന്ന് കട നടത്തിയിരുന്നവരോ കടയ്ക്കകത്തിരുന്ന കാരണവന്മാരോ സ്വപ്നം കണ്ടു കാണിയല്ല നാളെ ഒരു കാലത്ത് ഈ വരുന്ന കസ്റ്റമേഴ്സ് മുഴുവൻ എൻ്റെ ബെഞ്ചെടുത്ത് മാറ്റി കടയ്ക്കകത്തേക്ക് ഇരച്ച് കയറിയിട്ട് അവനിഷ്ടമുള്ളത് പെറുക്കിയെടുത്ത് ബാസ്ക്കറ്റിലിട്ട് തിരിച്ചു പോകുന്നൊരു കാലത്തെക്കുറിച്ച് അവൻ സ്വപ്നം പോലും കണ്ടു കാണിയല്ല. അവനെ അതിന് തയ്യാറാക്കിയത് നമ്മുടെ ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജിയുടെ ഒരു ചെറിയ ഫോം. നമ്മളാ പഴയ പല ചില്ലറ കടക്ക് മുട്ടിച്ചപ്പോഴാണ് ഇന്ന് നിങ്ങൾ കാണുന്ന ലുലു അടക്കമുള്ള മുഴുവൻ സൂപ്പർ മാർക്കറ്റിൽ ലോകത്തുണ്ടായത്. അല്ല ഉണ്ടാകുകയില്ല. അതുമാതിരി ടെക്നോളജി മാറ്റി മറിച്ച് കളയും. അതുകൊണ്ടാണ് ഞാനെ പോലെ ഒരു സാധാരണക്കാരൻ നിങ്ങളോട് വിളിച്ച് നിർത്തിയത്. മീൻ കച്ചവടം വന്ന ഇന്ത്യയിലെ $50 ബില്യൺ വരുന്ന മാർക്കറ്റാണ് മീൻ്റെ. ഞാൻ തുടങ്ങിയപ്പോൾ ആ വലിയ മാർക്കറ്റ്, ഞാനന്ന് ബിസിനസ്സുകാരനാകാനുള്ള ഭ്രാന്ത് മൂത്തിട്ട് നടക്കുന്ന കാലമായതുകൊണ്ട് ഞാൻ ബിസിനസ്സെ കുറിച്ച് ഇങ്ങനെ എപ്പോഴും വായിക്കും പഠിക്കുകയൊക്കെ ചെയ്യും. എൻ്റെ മനസ്സിലന്ന് ഹോളിവുഡ് സിനിമയുടെ, അമേരിക്കയിലെ ഹോളിവുഡ് സിനിമയായിരുന്നു ഏറ്റവും വലിയ മാർക്കറ്റ്. ആ വർഷം ഹോളിവുഡ് സിനിമ പോലും 48 ബില്യണേ ഉള്ളൂ. ഞാൻ പഠിച്ചപ്പോഴാണ് മനസ്സിലായി ഇന്ത്യയിലെ മീൻ മാർക്കറ്റ് $50 ബില്യൺ അധികമാണ്. ആ മാർക്കറ്റിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അത്രയും വലിയ ചാൻസുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വലിയ ചാൻസ് ഉപയോഗിക്കണം. നിങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞാൽ അതുകൊണ്ട് പറഞ്ഞാൽ നിർത്താം. നിങ്ങൾ മീൻ വിൽക്കാൻ പോകണ്ട, കമ്പ്യൂട്ടറും വിൽക്കണ്ട, ലാപ്ടോപ്പും വിൽക്കണ്ട, മൊബൈലും വിൽക്കണ്ട, ഒന്നും വിൽക്കണ്ടെന്ന്. നിങ്ങൾ ഈ ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ മീൻ കച്ചവടത്തിന് കണക്കാൻ പറ്റട്ടെ,
ഇന്നും ഇന്ത്യയിലെ മീൻ കച്ചവടത്തിൻ്റെ 97% നടക്കുന്നത് അൺഓർഗനൈസ്ഡ് സെക്ടറിലാണ്, അതായത് മാർക്കറ്റുകളിലാണ്. വെറും 3% മാത്രമാണ് ഞങ്ങളടക്കമുള്ള ഓൺലൈൻ കമ്പനിക്കാരും നിങ്ങൾ ലോകത്ത് കാണുന്ന മുഴുവൻ സൂപ്പർ മാർക്കറ്റുകാരും കൂടി ഇന്ത്യയിൽ ചെയ്യുന്നുള്ളൂ. ഈ 3%-ലെ നമ്പർ 1 ഓൺലൈൻകാരായ ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ 1100 കോടിയാണ്. 97% ബാക്കി കിടക്കുക. നിങ്ങൾ മീനും കമ്പ്യൂട്ടറൊന്നും വിൽക്കണ്ട. ഇന്ത്യയിലെ കണക്കനുസരിച്ച് ഇപ്പോൾ 140 കോടി ജനങ്ങളുണ്ട് ഇന്ത്യയിൽ. അതിലെ 90% ജനത്തിനെ നിങ്ങൾ മാറ്റിവെച്ചോ. ബാക്കി 14 കോടി ജനങ്ങളെ നിങ്ങൾ എടുക്കും. ഈ 14 കോടി ജനങ്ങൾ ഒരു മാസം നിങ്ങളുടെ കയ്യിൽ നിന്ന് 4 തീപ്പെട്ടി വാങ്ങിയാൽ മതി. ടേൺ ഓവർ എത്രയാണെന്നറിയോ? ഞങ്ങളെക്കാൾ വലുതായിരിക്കും. അടിച്ചു നോക്കിയോ? അല്ലെങ്കിൽ ഒരു മാസം എല്ലാ സമയം ഉണ്ടാവും. ഒരു മാസം 4 തീപ്പെട്ടി വാങ്ങിയാൽ, ആഴ്ചയിൽ 1 വീതം വാങ്ങിയാൽ മതി. നിങ്ങൾ ഇപ്പം അടിച്ചു നോക്കിയോ, ടേൺ ഓവർ 1100 കോടിക്ക് മുകളിലാണ്. അതാണ് നമ്മുടെ മാർക്കറ്റ്. ആ മാർക്കറ്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ മാർക്കറ്റിലാണ് ഞാനും നിങ്ങൾ ജനിച്ചു വളർന്നത്. അതുകൊണ്ട് ഈ മാർക്കറ്റിനെ നിങ്ങൾ ഉപയോഗിക്കണം. അല്ലാണ്ട് ഇത് ആപ്പിളിനും കിയയ്ക്കും സാംസങ്ങിനും ഹുണ്ടായിക്കും വേണ്ടി വിട്ടുകൊടുക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഉണ്ടാക്കണം അതുപോലത്തെ ബ്രാൻഡ്. ഇനി ബ്രാൻഡില്ലാതെ ഈ ലോകത്തൊന്നിനും ജീവിക്കാൻ പറ്റില്ല. നമ്മൾ അത്തരം പ്രസ്ഥാനങ്ങൾ വളർത്തിയെടുക്കണം. എന്തിനാണ് നമ്മുടെ സംസ്ഥാനത്തെ ഒരു ഉപഭോക്തൃ സംസ്ഥാനമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും സാധനങ്ങൾ കൊണ്ട് വിറ്റ് മാറ്റാനുള്ള നമ്മുടെ കാശ് ഊറ്റിക്കൊണ്ടുപോകാൻ നമ്മൾ നിന്നു കൊടുക്കുകയാണ്. അതിനു പകരം നമ്മൾ ബ്രാൻഡുകൾ ഉണ്ടാക്കണം. നമ്മൾ അവൻ്റെ മാർക്കറ്റിൽ കയറണം. അവരുടെ മാർക്കറ്റിലെ പണം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരണം. അതിനുള്ള ചിന്തകളിലേക്ക് നിങ്ങൾ കടന്നു പോകണം. പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിച്ച ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾ അത്തരം പുതിയ സങ്കല്പങ്ങൾക്ക്, പുതിയ ചിന്തകൾക്ക് നിങ്ങൾ വലുതാക്കട്ടെ, നിങ്ങൾ വളർത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.